വർഷങ്ങളായി നിതീഷ് കുമാറും അതുപോലെ തന്നെ ഐക്യജനതാദളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബീഹാറിന് പ്രത്യേകമായ പദവി സ്റ്റാറ്റസ് ലഭിക്കുന്ന സാഹചര്യം ഒരുക്കുക എന്നുള്ളത്. 2014 മുതൽ കേന്ദ്ര സർക്കാരിനോട് കൃത്യമായി നിരന്തരം അവർ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പല ഘട്ടങ്ങളിലും ബി ജെ പിയുമായി തമ്മിൽ തെറ്റിയിട്ടുണ്ട്, ബി ജെ പിയുമായി സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. നിലവിൽ ഐക്യജനതാദളിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് ബി ജെ പി കേന്ദ്രത്തിൽ ഭരണത്തിൽ കൈയാളുന്നത്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ബീഹാറിന് പ്രത്യേക സംസ്ഥാന പദവി ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ തീർച്ചയായും അത് ഗുണകരമാകും എന്ന് സ്വപ്നം കണ്ട് നിതീഷ് കുമാറിന് 8ൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഒരു രീതിയിലും നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം ആ കത്തിന് മറുപടി അയച്ചിരിക്കുന്നു. പ്രത്യേകമായ പദവി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണങ്ങളും ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. ബീഹാറിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ വേണ്ട എന്നുള്ള രീതിയിലേക്ക് നിതീഷ് കുമാറിനെ നിരാശനാക്കി മടക്കിയിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാകുന്നു. ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, പൊതു ബജറ്റിൽ ബീഹാറിന് പ്രത്യേകമായ ഒരു രീതിയിലുള്ള ആനുകൂല്യവും ലഭിക്കുകയില്ല എന്നുള്ളത്. ബജറ്റ് അവതരണം നിർമ്മല സീതാരാമൻ നടത്തുമ്പോൾ തീർച്ചയായും ബീഹാറിന് വലിയ രീതിയിലുള്ള ആനുകൂല്യം ലഭിക്കും എന്ന സാഹചര്യമായിരുന്നു നിതീഷ് കുമാർ കണക്കൂട്ടിയിരുന്നതെങ്കിൽ അതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി മാറുന്ന സാഹചര്യമാണ്. നിലവിൽ 12 എംപിമാരുടെ കൂടി പിന്തുണ ഇപ്പോൾ എൻ ഡി എക്കുണ്ട്. എൻ ഡി എക്ക് അതിനകത്ത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല എന്നുള്ളത് ബി ജെ പിയെ വലയ്ക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. നേരത്തെ ഐക്യജനതാദളിന് ഉദ്ദേശിച്ച മന്ത്രിസ്ഥാനമൊന്നും ലഭിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അത് അവരെ വല്ലാതെ നിരാശപ്പെടുത്തുകയും ചെയ്തു. അത് അവർ ക്ഷമിച്ച് ബീഹാറിലെ വികസന പദ്ധതികൾക്ക് വേണ്ടിയെങ്കിലും ബി ജെ പി അവരോടൊപ്പം നിൽക്കും എന്ന് കരുതിയെങ്കിൽ അതിലും താളം തെറ്റിയിരിക്കുന്നു എന്നത് വ്യക്തമാണ്. ഇതിനിടയിൽ ആർ ജെ ഡി നേതാക്കൾ എല്ലാം തന്നെ കൃത്യമായി ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് ജെ ഡി യു നേതാക്കളും അതുപോലെ തന്നെ ജെ ഡി യുവിൻ്റെ നേതാവായിട്ടുള്ള നിതീഷ് കുമാറും എത്രയും പെട്ടെന്ന് തലസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതായിരിക്കും നല്ലത്, രാജിവെച്ച് പോകുന്നതായിരിക്കും നല്ലത്. ഇത്രയേറെ പിടിപ്പുകെട്ട ഒരു മുഖ്യമന്ത്രി ബീഹാർ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. ഇത്രയധികം സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും ബി ജെ പി ഒന്ന് വിരട്ടാൻ പോലും കെൽപ്പില്ലെങ്കിൽ നിങ്ങൾ എന്ത് മുഖ്യമന്ത്രിയാണ് എന്ന ലാലുവിൻ്റെ ചോദ്യം. അതുപോലെ മോഹൻ ജാ അടക്കമുള്ള ആർ ജെ ഡി നേതാക്കൾ രാജ്യസഭയിൽ അതിശക്തമായി തന്നെ ബി ജെ പിയെ കണക്കിന് പരിഹസിക്കുമ്പോൾ ഐക്യജനതാദളിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഐക്യജനതാദൾ എം പിമാർക്ക് ബി ജെ പി എം പിമാരെയോ അല്ലെങ്കിൽ നേതാക്കന്മാരെയോ മന്ത്രിമാരെയോ ഒന്ന് വിരട്ടാൻ പോലും കഴിയുന്നില്ല. അതുമാത്രമല്ല, അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ ലോക്ക്ഡായി എന്ന് വേണമെങ്കിൽ പറയാം.